ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവെ ചാനൽ. ഗണേഷ് കെ ബാബു സംവിധാനം ചെയ്ത് രവിമോഹൻ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചലച്ചിത്രമാണ് കരാത്തെ ബാബു. അപ്പോൾ സാംസിയസ് ആണ് മ്യൂസിക് നൽകുന്നത്. അതിൻ്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നാണ് നേരത്തുള്ള ഗ്ലിംസിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എങ്ങനെയാണ് രവിമോഹനെ പോർട്രേറ്റ് ചെയ്യാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്രേസി மைனாரிட்டியை மெஜாரிட்டி ஆக்குனது எங்க தலைவர் இல்ல, மறைஞ்ச உங்க தப்புங்க. எங்க தலைவரை நீங்க தப்பா பேசுறீங்களா, அவமானப்படுத்துறீங்களா? அதுவும் மறைஞ்ச முன்னாள் முதலமைச்சரை நீங்க அசிங்கப்படுத்தி கொச்சப்படுத்தி பேசியிருக்கீங்க. ഇതില് ഞാൻ ഒരു മീമിൽ എന്തോ കണ്ടതാണ്. അതായത് ഇതിൽ ആരെയോ കുറച്ച് സംസാരിക്കുന്നു, ഏതൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു എന്നുള്ള ഒരു ടോക്ക് എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഏത് മന്ത്രിയാണ് എങ്ങനെയാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ. കാരണം ഇപ്പൊ കേശവകുമാർ പറഞ്ഞില്ല ഞങ്ങളെ മന്ത്രിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു. അതെന്തോ റിയൽ ആയിട്ട് ഏതോ ഒരു മന്ത്രിയെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് അവർ പറയുന്നത്, എന്താണെന്നൊരു പിടിയില്ല. രവിമോഹൻ சட்டையை வச்சு அரசியல் பண்ணலான்னு பார்த்தேன். ஆனா அவங்க ஒரு வேலை அண்ணன் செத்துட்டா ഗൈസ്, അന്ത സൈഡ് പോകണമെന്ന് പറഞ്ഞില്ലേ? അത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അത് എന്തോ പരിതാപങ്ങള അങ്ങനെ എന്തോ ഒരു പേജാണ്. അതിൽ 2-3 പേരുണ്ട്. അപ്പോൾ അവരാണ് ഈ സിനിമയിൽ അത് കണ്ട കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സിനിമയിൽ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുന്നത് കണ്ട ആ സിനിമയിൽ ഇപ്പൊ അത് ആപ്പയം ഉണ്ട് ഇതില്. என்னப்பா ஆர்கே நிலையம் 27 நம்ம நிறைய சொல்லு இடைத்தேர்தல் ஒரு வாய்ப்பு இருக்கு. உங்களுக்கு பாபாவை பத்தி தெரியுமா? எனக்கு தெரியும். രവിമോഹൻ நீ உன் தொழிலுக்காக அரசியல் பண்றது, நான் அரசியலையே தொழிலா பண்றேன். அந்த தொகுதியில ஒரு மண்ணு பொம்மை நிக்க வச்சா கூட அவங்க கட்சி தான் ஜெயிக்கும். രവിമോഹന് കൊടുത്ത ബിൽഡപ്പ് കൊള്ളാം കേട്ടോ. നിങ്ങൾ പൊളിറ്റിക്സ് ചെയ്യുന്നത് വെറും ജോലിയായിട്ടാണ്. ഞാൻ പുറന്തയിലിരുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നെന്നാണ് പറയുന്നത്. പിന്നെ രവിമോഹൻ്റെ ആ ബിൽഡപ്പ്, എനിക്കൊരു ഫ്ലാഷ് ബാക്ക് സീനും ഉണ്ട്. താടി വെച്ച ഒരു സീന്, നായികയായിട്ടുള്ള ഒരു പാട്ടും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. ആൻഡ് ഫുൾ പൊളിറ്റിക്സ് തന്നെയാണ് ഇതിൽ പറയുന്നത്. ആ രവിമോഹനെ കാണിക്കുമ്പോഴും ആ ഒരു മാസ് ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ രവിമോഹനെ അത് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ് ഒക്കെ ഒരു സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടല്ലോ ഗണേഷ് കെ ബാബു ഇയക്കം. ഇത് വേറെ വേഷോ? കരാത്തെ ബാബു 26 കോടിയിൽ. ഗൈസ്, അപ്പോൾ കരാത്തെ ബാബു ടീച്ചറാണ്. രവിമോഹനാണ് നായകനായി എത്തുന്നത്. ഗണേഷ് കെ ബാബുവാണ് സംവിധാനം ചെയ്യുന്നത്. സാംസിയസിന്റെ മ്യൂസിക്കാണ്. രവിമോഹന് നല്ല രീതിക്ക് തന്നെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ലുക്കും ഉണ്ട്, ആ ഒരു ഓറായും കീപ്പ് ചെയ്യുന്നുണ്ട്. പോരാ നല്ല ഫൈറ്റിങ് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബ്ലഡൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിനുപരി അതിന് മുമ്പായിട്ടൊരു ഫ്ലാഷ് ബാക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എങ്ങനെ ഈ പൊളിറ്റിക്സിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി വന്നു, അല്ലെങ്കിൽ ആര് കൊണ്ടുവന്നുള്ള ഒരു ടോക്കുള്ള ഒരു ഇത് മീംസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. കാരണം മുമ്പ് അത് ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. താടിയൊക്കെ വളർത്തി ഒരു പാട്ട്, പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന ഹാൻഡ് കഫൊക്കെ ആയിട്ടിട്ടാണ് ദേഷ്യത്തിൽ നോക്കുന്നത്. അപ്പോൾ നല്ല ഫൈറ്റുകളും കാര്യങ്ങളും ഉണ്ടാകും, ഒരുപാട് ബ്ലഡ് സീനുകളും ഉണ്ടാകും. കാരണം അതിൽ കുറേ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ വൈറ്റിൽ രവിമോഹൻ നിൽക്കുമ്പം ആ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് നിൽക്കുമ്പോൾ ഒരു വില്ലനിസം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓറ തോന്നുന്നുണ്ട്. ദേഷ്യം, കറുത്ത മീശയും ഇവിടെ വെള്ള ചെറിയ മുടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു മേക്കപ്പും ആ ലുക്കും കാര്യങ്ങളും കൊള്ളാം. പിന്നെ സാംസിക്സിന്റെ മ്യൂസിക്
ഒരുപാട് എടുത്ത് പറയാനുള്ളതില്ലെങ്കിലും നല്ലൊരു മ്യൂസിക് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ തുടക്കത്തിൽ ആ ഒരു പാട്ട് ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അവസാനം രവിമോഹനെ കാണിക്കുമ്പോൾ ടാൻ 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 ഒരു BGM ഇടുന്നുണ്ട്, അത് കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു ഫുള്ളി പൊളിറ്റിക്കൽ പടം തന്നെയായിരിക്കും. പൊളിറ്റിക്കലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്ന തെറ്റുകുറ്റങ്ങളും അതൊക്കെ അഴിമതിയും കാര്യങ്ങളൊക്കെ പറയുന്ന സിനിമ തന്നെയായിരിക്കും ഇത്. അത് നേരത്തെ നമുക്ക് സംസാരങ്ങളും ടോക്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ രവിമോഹൻ എന്ന് പറയുന്ന ഒരു കിട്ടില്ല നടനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ. അതായത് രവിമോഹൻ, നമ്മൾ മുമ്പ് ജയരവി എന്നൊക്കെ പറയും, പിന്നെ ജീവ, ഇവരൊക്കെ സൂപ്പർ ആക്ടേഴ്സാണ്. അത് അവർക്ക് ആ ഒരു ക്യൂട്ട്നെസ്, അവർക്ക് ആ ഒരു ഹംബിൾനെസ്, ആ ഒരു സിമ്പിൾ സിറ്റി, അവർക്ക് അവരുടെ ആ ഒരു ആക്ടിങ്, അവരുടെ ആ ഒരു കൊമിക് സെൻസ്, അതൊരു രവിമോഹനിലൊക്കെ വാശിക്കൊക്കെ ചെയ്യുമ്പോൾ ദേഷ്യമൊക്കെ വരും. ഇപ്പം തന്നെ പരാശക്തിയിൽ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയ ആകെയുള്ള ഒരാൾ രവിമോഹനായിരുന്നു. ആ ഒരു വില്ലനിസം മെയിൻറ്റെയിൻ ചെയ്തു, ആ ഒരു ദേഷ്യം വെറിയായിട്ട് അത് ഒന്ന് കീപ്പ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ രവിമോഹൻ ഒരു നല്ല സീനായി ഒരു നല്ല ഇത് കാണും. രവിമോഹനാണ് ഇപ്പോൾ മലയാളത്തിൽ ജയസൂര്യ വെറൈറ്റി പടങ്ങൾ ചെയ്യുന്ന പോലെ തമിഴിൽ രവിമോഹനാണ് വെറൈറ്റി പടങ്ങൾ ചെയ്യുന്നത്. അതായത് ടിക് ടിക് ടിക്, നിങ്ങൾക്കറിയാം, സ്പേസ് കാര്യങ്ങളായിട്ടുള്ള ഒരു പടമായിരുന്നു. മിരുതൻ സോംബി പടം, പിന്നെ ഭോഗം വരുമ്പോൾ മറ്റേ ഉള്ളിൽ മന്ത്രമാക്കി മാറ്റി വേറൊരാളുടെ ശരീരത്തിൽ കയറുന്ന പടം. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ജയരവി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി പടങ്ങൾ, അതായത് എക്സ്പെരിമെൻ്റൽ പടം, അതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ചിലതൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് വനമകനാന്നൊരു കാട്ടുജാതിയായിട്ടുള്ള, അതൊക്കെ രവിമോഹൻ അതാണ് എല്ലാ ക്യാരക്ടേഴ്സും പോർട്രേറ്റ് ചെയ്യാനും പുള്ളപ്പ് ചെയ്യാനുമുള്ള കഴിവുള്ള ഒരു കിടിലൻ ആളാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ലാസ്റ്റ് പേളിമാണിയുടെ ഷോയിൽ ജയരവി രവിമോഹൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു സീന് പ്രകാശ് രാജിൻ്റെ ഒന്ന് സംസാരിക്കുന്ന ഒരു സീന്, അപ്പൊ നീങ്ക தான் விளையாட சொல்றீங்க കോയിൻ പോട சொல்றீங்க എന്നൊരു സീൻ നിങ്ങൾ റീലിൽ കണ്ടു കാണും. അപ്പോൾ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴും വരെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു റിഹേഴ്സലും ഇല്ലാതെ. അപ്പോൾ അദ്ദേഹം അത്രയ്ക്ക് നല്ലൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് നല്ലൊരു പടം കിട്ടട്ടെ എന്നും ആഗ്രഹിക്കുന്നു, നല്ലൊരു പടം വരട്ടെ. നിങ്ങൾ തനിയൊരുവനൊക്കെ അറിയാം. തനിയൊരുവൽ അഫ്കോഴ്സ് അരവിന്ദ് സ്വാമിക്ക് തന്നെയാണ് കുറച്ച് ഓവറായും സ്ക്രീൻ പ്രസൻസും കൂടുതൽ. എന്നിരുന്നാലും തനിയൊരുവൽ ജയരവിയും ചെയ്ത് ഹി ഡിഡ് ഹിസ് ബെസ്റ്റ് പാർട്ട്. വൻ സിനിമ തന്നെയായിരുന്നു തനിയൊരുവൻ. അപ്പോൾ കരാത്തെ ബാബു നല്ല പടമായിട്ട് വരട്ടെ. എന്തായാലും ടീസർ പൊളിച്ചിട്ടുണ്ട്.